ഹലോ ഗൈസ്, ഇന്ന് ലോങ് വീഡിയോ ആണ്. നമ്മൾ കുറേ നാളെ ലോങ് വീഡിയോ ഇടുന്ന ഷോർട്ട് വീഡിയോ ആണ് കൂടുതൽ ഇടാറുള്ളത്. ഇന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ പുൽക്കൂട് മേടിക്കണം, ട്രീ മേടിക്കണം, പിന്നെ അത് ഡെക്കോർ ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണം കേട്ടോ. പിന്നെ സ്റ്റാറൊക്കെ മേടിക്കണം. നമ്മുടെ വീട്ടിലോട്ടല്ല, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാട്ടോ മേടിക്കുന്നത്. ചേച്ചീനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ആദ്യമേ ഒരു ദിവസം പോയി നമ്മളൊന്ന് പറ്റിച്ച് ഒന്ന് ചമ്മി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നവംബർ 30 പോയി, പക്ഷേ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡിസംബർ 1 ആയപ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ തന്നെ അവിടുത്തെ ആൻറ്റിനെ വിളിച്ച് ചോദിച്ചു എല്ലാം വന്നിട്ടുണ്ടോ എന്ന്. എല്ലാം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടും പോയത്. നമ്മൾ നടന്നാണേ പോയത്. കാരണം നമുക്ക് തിരിച്ച് വരുമ്പോൾ ഹോട്ടലിൽ വരാൻ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റുമ്പോൾ ഹോട്ടലിൽ വരണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെച്ചു നടന്ന് പോകാം. നമ്മൾ പിന്നെ ഇപ്പം ഡയറ്റും കൂടി ആയതുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എല്ലാ ദിവസവും. അവിടെ നടത്തുമാവുമല്ലോ എന്ന് കരുതി. ജനിച്ചെത്തിയപ്പം പുണ്യാളുടെ അടുത്ത് നേർച്ചയൊക്കെ ഇട്ടിട്ട് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പം ശരിക്കും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി എല്ലാ ട്രീ ഒക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ട്രീ ആണ് മേടിച്ചത്. നമ്മൾ 6 അടി പൊക്കം വരുന്ന കേട്ടോ മേടിച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഇതായിരുന്നു ഇന്നലെ വന്നപ്പോൾ നമ്മൾ നോക്കി വെച്ചിരുന്നത്. അത് തന്നെ കേട്ടോ എടുത്തത്. പിന്നെ വൈറ്റ് കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് കളറ് നമ്മൾ മേടിച്ച് നോക്കുമ്പോൾ ഗ്രീൻ അല്ലേ കുറച്ചും കൂടി നല്ലത് വൈറ്റിനെ കാട്ടി. അതല്ല കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതിനുള്ള വൈറ്റ് കളർ തന്നെ കേട്ടോ എടുത്തത്. അങ്ങനെ കുറേ വേറെയും ട്രീ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്നും അതൊക്കെ ഇഷ്ടപ്പെടില്ല. അധികം ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. പിന്നെ രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി വീട്ടിലൊക്കെ ഉണ്ടായതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മേടിച്ചിട്ടില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ മേടിക്കണം. അത് ഞാൻ വേറൊരിടത്ത് പോയി മേടിക്കാം എന്നാണ് കരുതുന്നത്. അത് ഞങ്ങളിപ്പോഴാട്ടോ കറൻറ്റിലെ വീഡിയോ കണ്ടത്. അവിടെ പോയി നോക്കാമെന്ന് കരുതി, നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതി കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഞാൻ ഇന്ന് ഈ സാധനം മേടിക്കാൻ പോകുന്നത് അന്ന് ഞാനും പപ്പയായിട്ട് ചെറിയൊരു അടക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ. അടക്കെന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും അല്ല കേട്ടോ, ചെറിയായിട്ടോ ഒരു ഇത്. അത് ഞാനും പപ്പ മിക്കപ്പോഴും ഉണ്ടാവാറുള്ള കേട്ടോ. നമുക്ക് 2 ദിവസം വരെ കാണത്തുള്ളതല്ല, 2 ദിവസം തികച്ച് പോകാറില്ല. അന്നേരം വേറെ ഒന്നുമില്ല, എനിക്ക് ട്രീ വെക്കണം, പപ്പയ്ക്കും അമ്മയ്ക്കും അത് വെക്കണ്ട, ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും പോയി മേടിക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഏതായാലും അങ്ങനെ മേടിക്കാമെന്ന് കരുതി കേട്ടോ. നമ്മൾ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റാർ മേടിക്കണമായിരുന്നു. ആൻറ്റീന് സാധാ സ്റ്റാർ കേട്ടോ ആദ്യമേ കാണിച്ചത്. പിന്നെ അങ്ങനത്തെ വേണ്ട, നമുക്ക് വൈറ്റ് കളർ തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വൈറ്റ് കളർ വാൽനക്ഷത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ കേട്ടോ നോക്കിയത്. ആൻറ്റി പറഞ്ഞു ഇതിനകത്ത് വേറൊരു ലൈറ്റ് വരുന്നിട്ടുണ്ട് ഇപ്പം, അതിന് പല പല കളർ കത്തും മഴവിൽ പോലെ, അങ്ങനത്തെ അങ്ങനെ ആൻറ്റി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ലൈറ്റും കൂടി വെച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, അന്നേരം അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ നോക്കാൻ തരാം. അങ്ങനെ അതാകുമ്പം അങ്ങനത്തെ മേടിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഫോട്ടോ എടുത്ത് അവിടെ ചേച്ചിയുടെ അവിടുത്തെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക നോക്കുന്നത്. ആ ലൈറ്റാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റിൻ്റെ അത് അങ്ങനെ വരുമ്പോൾ രാത്രി ഒരു ഇരുട്ടും കൂടെ ആകുമ്പോൾ നല്ല കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അത് മേടിച്ചു കേട്ടോ. ലൈറ്റും മേടിച്ചു, അതേപോലെ തന്നെ ആ സ്റ്റാറും മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ എനിക്ക് വേറെ സ്റ്റാർ കാണിച്ചു തരാം. 850 രൂപയാണ് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞ റേറ്റ്, 850 നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അധികം കാണാത്തൊരിത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നലെ വന്നപ്പോൾ നോക്കി വെച്ചിട്ട് പോയതാണോ, അതുകൊണ്ട് തന്നെ അത് സെറ്റ് നമ്മൾ എടുത്തോട്ടെ. ഒരു സെറ്റ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിട്ടോ. പിന്നെ മാലാഖയുടെ ഇതേപോലത്തെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്ന മാലാഖയുടെ. ഞാൻ കണ്ടിട്ടില്ലാത്തതാണോ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇത് അന്നേരമാണ് കാണുന്നത്. പിന്നെ നമ്മൾ പപ്പാനീനെ നോക്കി, പപ്പാനീനെ വലുതെടുക്കണോ ചെറുതെടുക്കണോ എന്ന്, കളർഫുള്ളായിട്ടുള്ള എടുക്കണോ എന്നൊക്കെ ഡൗട്ടൊക്കെ ആയിരുന്നു. പിന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു അമ്മ ചെറുത് മതി എന്ന് പറഞ്ഞാൽ ചെറുതെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാർ നോക്കിയിട്ടുണ്ടായിരുന്നു, ചെറുത് നമ്മൾ ഈ ട്രീയുടെ ഒക്കെ മേളിൽ വെക്കത്തില്ലേ, പക്ഷേ അത് കിട്ടിയില്ല. നമ്മൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഇന്നത്തെ മണിയും കാര്യങ്ങളൊക്കെ മേടിച്ച് റെഡും ഗോൾഡനും കൂടി ആ ഒരു തീമിലാട്ടോ നോക്കിയത്, മിക്സ് ചെയ്ത് ഇടാമെന്ന് കരുതിയിട്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി കുറേ കാണിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന മിക്കതും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇത് വേണ്ട വേറെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഇപ്പം ഈ ഗ്രീൻ ഇതില്ലേ, അത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അത് ഏതെടുക്കണമെന്ന് ഡൗട്ടാണ്. ഇത്രയും കിടക്കുന്നുണ്ട്, നമുക്ക് ഏതെടുക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ട്രീക്കകത്ത് വെച്ച് നോക്കിയിട്ടോ. നമ്മൾ ഗ്രീൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഗ്രീൻ മാറ്റിയിട്ടോ. പലത് വെച്ച് നോക്കി അവസാനം റെഡ് ആട്ടോ എടുത്തത്. അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. കാരണം എല്ലാം കൂടി ഒരുമിച്ചിടാമെന്ന് കരുതി. ഒരുമിച്ചിടാനുള്ള വീഡിയോ ഉള്ളു കേട്ടോ. പിന്നെ അത് പിന്നെ നമുക്ക് ഇതിൻ്റെ 2-3 വീഡിയോ ആയിട്ട് ഇടണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഇടാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കുറേ ഇതുണ്ടായിരുന്നു, പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. കാരണം ലൈറ്റും കൂടി അടിക്കുന്നതുകൊണ്ട് ആ ട്രീ
സ്റ്റാർ ഇട്ടെങ്കിൽ ലൈറ്റും കൂടെ അടിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊരു വൈറ്റ് കാണുമ്പോൾ ഈ വൈറ്റ് കണ്ടോ, ഈ വൈറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പല സമയത്തും പല ലൈറ്റായിരുന്നു കേട്ടോ. പിന്നെ പുൽക്കൂട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മേലുള്ള കച്ചിയും ഇടാനുള്ള കച്ചിയുണ്ടല്ലോ, കച്ചിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം മേടിച്ച് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഓട്ടോയ്ക്ക് നമ്മൾ ആദ്യമേ അവിടെ തന്നെ ചേട്ടായിയുടെ വീട്ടിൽ തന്നെ കൊണ്ട് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡിസംബർ 5-ാം തീയതിയാണ് നമ്മൾ പിന്നെ പോയി ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. മേടിച്ചിട്ട് പിന്നെ ചേച്ചി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലാണ് ചേച്ചി ഉണ്ടായിരുന്നത്. പിന്നെ അവളവിടെ തിരിച്ചവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മൾ അന്ന് കേട്ടോ പോയി സെറ്റ് ചെയ്യുന്നത് മൊത്തം. ഞാനും ചേച്ചിയും കൂടി എല്ലാം ഞാനും ചേച്ചിയും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇത് മാത്രമായിരുന്നില്ല. ഞങ്ങളെല്ലാം ട്രീ ഒക്കെ എടുത്ത് അതിനെ പൊട്ടിച്ചാൽ ഞങ്ങളിങ്ങനെ പൊട്ടിക്കാത്ത ട്രീ വേണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. ബോട്ട്സിനകത്തിന് ട്രീ തന്നെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേണ്ട, ഞങ്ങൾ സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനത്തെ ആയിരുന്നു കേട്ടോ മേടിച്ചത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ചേച്ചിയും കൂടി സെറ്റ് ചെയ്യുക കേട്ടോ ഇരുന്നിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി വീഡിയോ എടുക്കില്ല, അവളായിരുന്നു കൂടുതൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്കായിരുന്നു കേട്ടോ കൂടുതൽ പണി ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഫോൺ അങ്ങോട്ട് വെക്കുന്നു, ഫോൺ ഇങ്ങോട്ട് വെക്കുന്നു, അല്ലാതെ ഫോണുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നു, അങ്ങനത്തെയൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ ഇത് കുറച്ച് ട്രീ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ അത്രയും എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. കുറച്ച് നടക്കണം, ഇത് കറക്റ്റായിട്ട് എല്ലാം ഇരിക്കണം, കറക്റ്റ് ഇത് നിവർത്തി വെക്കണം, അതൊക്കെയാണ് കറക്റ്റ് ഒരു ഇത്. കാരണം ഈ നിവർത്തി വെക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഭംഗി കാണത്തുള്ളൂ. അത് ആ കറക്റ്റ് ആ ട്രീയുടെ ഒരു കറക്റ്റ് ആ ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിത് കാണത്തില്ല. സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വിടർത്തി വായിന്ന് പോകുന്നില്ല, വിടർത്തി വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ കവറിങ്ങനെ ഊരാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കവറിങ്ങനെ ഊരി കളിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ വലിക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ ഊരിയെടുക്കുമ്പോഴത്തേക്കിന് പൊടിഞ്ഞൊടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ തൂക്കാൻ വേണ്ടി ചൂലും കൊണ്ടും കൂടെ നമ്മൾ നിൽക്കണം, കാരണം അതിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ തകർത്ത് പണിയിലായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ ഇളക്കി കവറൊക്കെ മാറ്റി എല്ലാം ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഇതൊന്നും കിട്ടത്തില്ല ട്രീ. ഇത് ഇത്രയും ചെറുതായിട്ടും കുഴപ്പം. ഇതിൻ്റെ വലുതൊക്കെ സെറ്റ് ചെയ്യുന്നവരൊന്നും ആലോചിച്ച് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് വലിയത് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അത് സമ്മതിച്ച് കൊടുക്കണം കേട്ടോ അവരെയൊക്കെ. നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വീടൊക്കെ ഇങ്ങനെ ഡെക്കോർ ചെയ്ത് വെക്കാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ വെക്കാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അതായത് ഈ സാധനങ്ങളൊക്കെ കഴിച്ച് കൊണ്ട് മാറ്റി കൊണ്ടുപോകുമ്പോൾ മിക്ക സാധനങ്ങളും നമുക്ക് നശിച്ചു പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അമ്മയ്ക്കൊക്കെ മടി കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, മേടിക്കാനൊക്കെ വേണ്ടി. ഈ വട്ടം ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിന് മുമ്പ് എന്തായാലും മേടിച്ച് ഡെക്കോർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ വീട്ടിൽ ഞാൻ പപ്പാനും അമ്മേനും കൊണ്ട് നമ്മൾ ഒരേ ഇതൊക്കെ ഇടിയിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ചേച്ചിയാണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മളെ മാലാഖയ്ക്കുണ്ടല്ലോ, മാലാഖയുടെ അതിനകത്ത് ഇങ്ങനെ കൊളുത്തില്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ തന്നെ കെട്ടി വെക്കണം. കാരണം അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫുള്ളി സെറ്റ് ചെയ്യണം. ഇത് ശരിക്കും 2ാമത്തെ വട്ടം നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. കാരണം അത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു വട്ടം ആദ്യമേ ഇട്ടു, പിന്നെ ഇത് മൊത്തം വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു വട്ടവും കൂടെ കേട്ടോ സെറ്റ് ചെയ്തെടുത്തത്. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇതങ്ങ് വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇത് റെഡ് ഇട്ടപ്പോൾ എന്തുവാ ഈ റെഡ് ഇതും കൂടെ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരുമാതിരി നിൽക്കുന്നു കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ റെഡ് അത് മാറ്റി കേട്ടോ. ഗ്രീൻ മേടിച്ച് വെക്കാമെന്ന് കരുതി. അതായത് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. ഗ്രീൻ അതാകുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി. ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ലട്ടോ. പക്ഷെ നമ്മൾ അല്ലാതെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന പോലെ ഫീൽ കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് മാറ്റി കേട്ടോ. ഇതിങ്ങനെ 2-3 വട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യും അഴിക്കും ഇത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ നാളായിട്ട് ട്രീയൊക്കെ ഡെക്കർ ഇങ്ങനെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അതിന് വലിയ ഇതൊന്നും ഇല്ല നമുക്ക്. ഇത് ഒരു ഐഡിയയും കാര്യങ്ങളും ഇല്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരേതെങ്കിലും ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു ഗോൾഡനും ആൻഡ് റെഡും ആ ഒരു ടീമിനാട്ടോ എടുത്തത്. അങ്ങനെയാണ് സെറ്റ് ചെയ്തത് മൊത്തത്തിൽ. അങ്ങനെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഒക്കെ ചെയ്ത് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ 2 പേരും മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി 3 പേരിരുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, കച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി അത് മൊത്തം പിന്നെ ഒന്ന് അഴിക്കുന്നുണ്ട് കേട്ടോ. അത് ആ റെഡ് ഇതില്ലേ അത് കംപ്ലീറ്റ് വീണ്ടും നമുക്ക് കണ്ട് ഭയങ്കരമായിട്ട് ഇത് തോന്നിയുണ്ട്. ഫുള്ള് അത് അഴിച്ച് മാറ്റിയിട്ട്
പിന്നെ നമ്മൾ അതെടുത്ത് ട്രീയുടെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന് ലൈറ്റും കൂടി ഇടണം, അന്നേരം ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് പോലെ തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ വെച്ച ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ട്രീ കുറച്ചും കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, വിടർന്ന് എല്ലാം കൂടി മേളിലോട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ചേച്ചി അത് പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എല്ലാം. അത് കഴിഞ്ഞ് അവൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഇത്. ഇത് ഞാനെടുത്ത വീഡിയോ ആണ്, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ചേച്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുൽക്കൂടും കാര്യങ്ങളും സെറ്റ് ചെയ്യണമുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നില്ല, അതിൻ്റെ മുമ്പ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. കാരണം നമുക്ക് മഴ വരാൻ പോകുന്നുണ്ട്, പിന്നെ എനിക്ക് അമ്മയ്ക്ക് തിരിച്ച് വീട്ടിൽ പെട്ടെന്ന് എത്തണമായിരുന്നു കേട്ടോ. നമ്മൾ ടി വിയുടെ ഒരു നോക്കാൻ വേണ്ടി ആൾക്കാർ വരുമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമുക്ക് തിരിച്ച് വീട്ടിൽ ഞാൻ അവർ പുൽക്കൂടി സെറ്റ് ചെയ്തുകൊണ്ട് സമയത്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിന് ചേച്ചി എനിക്ക് എടുത്ത് അയച്ചു തന്ന വീഡിയോ കേട്ടോ ഇത്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് പുൽക്കൂടിലും ട്രെയിലുമായിട്ട് ഇട്ടാണ്. ലൈറ്റ് കുറച്ച് നീളം കൂടുതലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതാട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഡെക്കറേഷൻ ചെയ്തോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക മറക്കല്ലോ കേട്ടോ, അതേപോലെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അന്നേരം നമുക്ക് എന്താ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.